എന്താടാ? ഒന്നുമില്ലടാ. എന്താടാ ഈ കാര്യം പറ. നിന്നെ വിളിച്ചിട്ടും കിട്ടണില്ല. 2 ദിവസം കണ്ടിട്ട് ഇങ്ങോട്ട്. എനിക്ക് അറിഞ്ഞൂടാ, ജീവിതമൊക്കെ എന്തോ കൈവിട്ട് പോണ പോലെ. എന്തോ ബുദ്ധിമുട്ടൊക്കെ എനിക്ക്. കാര്യം എന്താന്ന് പറയടാ? കാര്യം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ശരിയാണ്. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല. അതങ്ങനെയാണ്. ഈ പള്ളിയിൽ പോയിട്ട് എത്ര നാളായി? പള്ളിയിൽ കുറേ നാളായി പോയിട്ട്. പണ്ട് നീ ഫുൾ ടൈം പള്ളിയിലായിരുന്നല്ലോ. ഇപ്പം പോകാനോ വന്നുള്ളൂ എനിക്ക്. അങ്ങനെ എൻ്റെ ജീവിതം ഇപ്പം. നീ വെറുതെ ഇങ്ങനെ ആവശ്യത്തെ ചിന്തിച്ചുകൂടിയിട്ടാ. ഒരു കാര്യം പറയട്ടെ. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്തേ എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പള്ളിയിൽ എൻ്റെ കൊച്ചിനെ ഏറ്റവും വിഷമമുള്ള ദിവസമേ നമ്മുടെ പള്ളിയിൽ ആ ബലിപീഠത്തിൻ്റെ മുമ്പിലില്ലേ ആയിരിക്കണ മുകളിലിരിക്കണ ഈശോനെയും ആ തിരുഹൃദയം നോക്കി എന്തൊക്കെ വിഷമം പറഞ്ഞാലും ഈശോ നമ്മൾ ഒരിക്കലും കൈവിടില്ല. അതിൻ്റെ അമ്മടുത്ത് വർഷം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ശരിയാ. ഞാൻ എത്ര വർഷം പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ വിഷമവും ഞാൻ അവിടെ ചെന്ന് പറയുമ്പോഴും എൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്. ഈ വരുന്ന 2-ാം തീയതി ജനുവരി വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ കൂട്ടുന്നാളാണ്. നിനക്കറിയാലോ എത്ര ആയിരങ്ങൾ അങ്ങോട്ട് വരുന്നത്. എന്തുകൊണ്ടാ? അവർക്ക് വെറുതെ വേണ്ടത് അവർക്ക് വട്ടാണോ? അവരെ ഈശോയുടെ അനുഗ്രഹങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വരണം. അന്നത്തെ ദിവസം പ്രത്യേകത ഉണ്ട്. അന്ന് എന്ത് പ്രാർത്ഥിച്ചാലും തിരുഹൃദയം നമ്മൾ ഒരിക്കലും കൈവിടില്ല. കാരണം അന്ന് തിരുഹൃദയത്തിൻ്റെ ദിവസമാണ്. നമുക്ക് ആ പഴയതുപോലെ എല്ലാവരും കൂടി ഒന്നിച്ച് നമുക്ക് ആ തിരുനാളിൽ പങ്കെടുക്കാം. നീ എന്നിട്ട് എല്ലാ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം പറ. പുള്ളിക്കാരൻ നിന്നെ കൈവിടില്ലടാ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്? അമ്മ രാവിലെയൊക്കെ നമ്മൾ ഓരോന്നൊക്കെ പോണ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ തന്നെ എത്ര ജോലി കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർ അവിടെ നിൽക്കണം. അവരൊക്കെ പ്രാർത്ഥിക്കണത് എന്തുകൊണ്ടാണ്? അവർക്കൊരു വിശ്വാസവും അനുഗ്രഹവും അവർക്ക് കിട്ടുന്നുണ്ടല്ലേ. എന്തായാലും നീ 2-ാം തീയതി വാ. ഞാനും എന്തായാലും ഉണ്ടാവോളാം. നീ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം പറ. പുള്ളിക്കാരൻ നിന്നെ കൈവിടില്ലടാ. തിരുഹൃദയം നിന്നെ പൊതിഞ്ഞു പിടിക്കും. ഹലോ, നീ എവിടെയാണ്? ഒന്ന് വീട്ടിലേക്ക് വന്നേ. ആ ഓക്കെ. ജെറി, ആ വന്നാ? എങ്ങോടാ? വന്ന് പള്ളിയിൽ വരാം. പള്ളിയിലേക്കോട്ടും വരാന്ന് വാ. പള്ളിയില്ല. ആ വേടാ, പള്ളി പോട്ടാ. വാ, എടുക്കുന്നേ വണ്ടി. ഹൃദയത്തിൻ മാധുര്യം നുകരാൻ വരുന്നു മാനവർ നിരനിരയായി. വൈപ്പിൻ കരയുടെ തിലകക്കുറിയാം മാനാട്ടുപറമ്പിൻ തിരുനടയിൽ തിരുഹൃദയ